വഴുതനങ്ങ വാഴയിലയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിലേക്ക് വേറെ ഇറച്ചിയോ മീനോ ഒന്നും തന്നെ വേണ്ടി വരില്ല കേട്ടോ. അപ്പൊ ഇത് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ടി വരില്ല. എരിവ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒരു വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മസാലയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാല എല്ലാം ഇതുപോലെ നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 കുരു വാളൻപുളി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോ ഞാൻ ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള വഴുതനങ്ങ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പീസുകൾ കിട്ടും കേട്ടോ ഈ ഒരു വഴുതനങ്ങയിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്ക് ഇത് ഒരുപാട് പേർക്ക് സെർവും ചെയ്യാം കേട്ടോ ഇങ്ങനെയാവുന്ന സമയത്ത്. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളെല്ലാം ഇതാ വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതാ വഴുതനങ്ങയുടെ ഓരോ പീസിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡിലും തേച്ച് കൊടുക്കണം. 2 സൈഡിലും നന്നായിട്ട് തന്നെ നമ്മൾ മീനിലൊക്കെ മസാല തേച്ച് കൊടുക്കുന്നത് പോലെ തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നിന്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്തും തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വഴുതനങ്ങയുടെ എല്ലാ പീസുകളും ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു വഴുതനങ്ങ ഫുള്ളായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. മസാല 2 സൈഡിലും തേച്ചിട്ട് ഇങ്ങനെ മേലെ മേലെ വെച്ച് കൊടുക്കാന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. വാഴയിലയുടെ നാര് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കെട്ടി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം. അപ്പൊ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിന്റെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ വാഴയില പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ആവി ഒന്നും ഒട്ടും പുറത്തേക്ക് പോവാത്ത രീതിയിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പൊ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സൈഡും നമുക്ക് ഒരു അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വാഴയിലൊന്നും കരിഞ്ഞു പോവാതെ 2 സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡും ഒക്കെ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം അങ്ങനെ ഒരു 2-3 മിനിറ്റ് സൈഡുകൾ 2 സൈഡും ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ഞാൻ 2 സൈഡും 4 സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ വഴുതനങ്ങ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ മീനൊക്കെ പൊള്ളിച്ചതിന്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറിലേക്ക് ഇതുപോലെ ഒരു വഴുതനങ്ങ തന്നെ ധാരാളമാണ്. ഇതിന്റെ മസാല ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വഴുതനങ്ങയിലേക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ പുളി ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പൊ അത് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. മസാലയും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു മസാലയും ഒരു വഴുതനങ്ങയുടെ പീസൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വേറെ കൂട്ടാനുകളൊന്നും തന്നെ വേണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.